കുഴപ്പമൊന്നുമില്ലല്ലോ. ചിരിക്കല്ലേ, വിട്. പ്രേമിക്കുന്നവൻ ഭയപ്പെടാൻ പാടില്ല, ഭയമുള്ളവൻ പ്രേമിക്കാനും പാടില്ല. അതല്ലടാ, അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. വീട്ടിലെങ്ങനെ പോയിട്ട് അടിച്ചാലൊന്നൊരു പേടി. ഒന്നും മനസ്സിലാവുന്നില്ല. മച്ചാനെ, ചേട്ടനായാലും അച്ഛനായാലും ഒരു നാൾ ഇതൊക്കെ അറിയുമ്പോ തല്ലിക്കൊല്ലു തന്നെ ചെയ്യും. എന്നോ അറിയേണ്ട കാര്യം നേരത്തെ അറിഞ്ഞു, അത്രേ ഉള്ളൂ. നീ പ്രേമിച്ചിട്ടില്ലല്ലോ, അതെന്റെ അഹങ്കാരമാണ്. എല്ലാം നിന്റെ അനുഗ്രഹം. റവന്യൂ ഇൻസ്പെക്ടർ പാൽരാജൻ അനിയില്ല നീ ആ തോട്ടത്തെ വീട്ടിൽ മാർത്താണ്ട മകനാ അല്ലടാ? ഡാ, നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എന്താടാ നിന്റെ ജോലി? കള്ളവും ചാര കുടിച്ച് നാട് കറങ്ങളെ അല്ലേ? നിനക്ക് കറി കാണിക്കാൻ വേണ്ടി എന്റെ പെങ്ങളെ കിട്ടിയുള്ളൂ? ഡാ, എന്നെ പറ്റി നന്നായിട്ട് അറിയാലോ നിനക്ക്. ഒരു ചവിട്ട് വെച്ച് അപ്പുറത്ത് പോയി കിടക്കും നീ. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, മാറി നിൽക്ക് നീ. ഡാ, നിന്റെ ഏട്ടന്റെ മുഖോർത്ത് ഇപ്പൊ തന്നെ വിടുക. ഇത് തന്നെയായിരിക്കണം എല്ലാത്തിനും ആദ്യം അവസാനം. ഇനി നീ എന്റെ പെങ്ങളുടെ പുറകെ നടക്കുന്ന കണ്ടാൽ അവിടെ വെച്ച് നിന്നെ വെട്ടി കുഴിച്ചു മൂടും. മച്ചാനെ, അവനെങ്ങനെയാ? വലിയ വിഷയാക്കണ്ട. നിനക്കൊരു പ്രശ്നം ചെയ്തിരിക്കാൻ അവനെ വെറുതെ വിട്ടത്. അവനെന്തോറും കളിക്കും നമുക്കൊന്ന് കാണാലോ. എന്താ മോളെ, കഴിച്ചില്ലേ? ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ മോളെ. ഏടത്തിയമ്മോട് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് കേക്ക്. മോള് കരയല്ലേ? കഴിക്കാതെ വന്ന മോളുടെ ആരോഗ്യമല്ല പോകുന്ന. പോ, ചെന്ന് മോള് കഴിക്കേ. ചെല്ല്. പുറത്താരാ വന്നിരിക്കുന്നെന്ന് വന്ന് നോക്കിയേ. ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടും കേറി വന്നു പോലും നീ പറയുന്നില്ലല്ലോ. വന്നത് വിരുന്നുകാരനായിരുന്നുവെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടാവായിരുന്നു. പക്ഷെ നീ... അത് ശരി. ഒരു കണക്കിന് നീ പറഞ്ഞത് ശരി തന്നെയാ. സുഖമാണല്ലോ അല്ലേ ചേച്ചി? എടാ രത്ന, ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. അതിനിപ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ബിസിനസ് ചെയ്യാം. എന്റെ കാശോ സ്വത്തോ എന്ത് വേണമെങ്കിലും നീ എടുത്തോ. ഇനി തെറ്റായി ഒന്നും സംഭവിക്കില്ല. എന്നെ ഒന്ന് വിശ്വസിക്കടാ. ഡയലോഗൊക്കെ കഴിഞ്ഞോടാ, അതോ ഇനിയും വേറെ എന്തെങ്കിലും ഉണ്ടോ? നീ ആ കേസൊന്ന് പിൻവലിക്കണം. ഒരു മണ്ണാങ്കട്ടി പിൻവലിക്കാൻ പറ്റില്ല. ഇറങ്ങി പോടാ. ചൂടാവാതെ ഒന്ന് ശാന്തനാവ് രത്ന. ഇത് ഒത്തുതീർപ്പ് നടത്തുന്ന സ്ഥലമല്ല. എനിക്ക് നാണോ മാണോ അഭിമാനം ഒക്കെ ഉണ്ടടാ. നീ ഈ പറയുന്നത് ദേഷ്യം കൊണ്ടാ. 2 ദിവസം ഒന്ന് ആലോചിച്ച് പറയാ. എത്ര തവണ ആലോചിച്ചാൽ എനിക്ക് ഒരു ഉത്തരേ പറയാനുള്ളൂ. വേണമെന്ന് പറയുമ്പോ തൊഴുത് കാണിക്കാനും വേണ്ടാന്ന് പറയുമ്പോ കാല് പിടിക്കാനും ഞാൻ നിന്നെ പോലെ ഒരു വൃത്തികെട്ടവനല്ലടാ. ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കില്ല രത്ന. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ സന്തോഷം കൂടി നമ്മളൊന്ന് വിലയെടുക്കണ്ടേ? ഇല്ലെങ്കിലോ? എടാ ജെപി, നീ ചാവാളി പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ പഠിപ്പിക്കാൻ നോക്കല്ലേ. അതിന് വേറെ ആളെ നോക്കിയാ മതി. ഇതാണോ നിന്റെ തീരുമാനം രത്ന? തീരുമാനിച്ച നീയാടാ. എന്നിട്ട് ഇപ്പൊ ഒന്ന് യോജിപ്പിക്കാൻ നോക്കണോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. രത്ന, നീ ആള് ചൂടനാണെങ്കിലും നല്ലവനാണെന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ചൂടനുമല്ല, ഒട്ടും നല്ലവനുമല്ല. ഞാൻ ഇറങ്ങട്ടെ? ഒന്ന് ഇറങ്ങി പോടാ. എന്നാ ശരി, വണ്ടി എടുക്കടാ.
ഇങ്ങിതാ. ഞാൻ ഇപ്പൊ വന്നേക്കാ എടുത്തേ. സൂക്ഷിച്ചു വാ മോളെ. നീ എന്തിനാ വന്നേ? നിന്നെ കാണാൻ വേണ്ടിയാ. അയ്യോ, ആരെങ്കിലും കാണും. ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. വദന, നിനക്കൊന്നും ആയിട്ടില്ലല്ലോ. ഒന്നും ആയിട്ടില്ല. വീട്ടില് നിന്നെ ആരെങ്കിലും അടിക്കാൻ പറ്റോ? അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഏട്ടൻ എന്നെ അങ്ങനെ അടിക്കാറില്ല. നീ ആദ്യം ഇവിടുന്ന് പോ. നിനക്ക് എന്താ പറ്റിയേ? വദന, എന്ത് പ്രശ്നം വന്നാലും അവസാനം വരെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? നീ എവിടെ പോയതാ? അത് ഞാൻ ശിവനെ ഒന്ന് തൊഴുതതാ. പ്രാർത്ഥിച്ചു. മച്ചാനെ, ഇന്നെന്റെ പെണ്ണ് അമ്പലത്തിൽ വന്നത് എങ്ങനെയാണ് നീ കണ്ടില്ലല്ലോ? ഫുൾ സാരിയൊക്കെ കെട്ടിയച്ച എന്തൊരു ഭംഗിയെന്നറിയോ? അല്ല, പക്ഷെ ഒന്ന് നമ്മള് പേടിച്ച പോലെ വീട്ടിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമ്മള് പേടിച്ചെന്നോ? നീ പേടിച്ചെന്ന് പറ. ശരി ശരി ശരി. ഇക്കാലത്തെ പെൺകുട്ടികളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു നിന്റെ അളിയന് നല്ലപോലെ അറിയാം. കറക്റ്റാണ് മച്ചാനെ. പക്ഷെ അവളുണ്ടല്ലോ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് എന്തൊരു വെറുപ്പിക്കലാണല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് തലവേദന തുടങ്ങി കഴിഞ്ഞു. ഇനി നീ നിന്റെ അളിയനെ എവിടെ വെച്ച് കണ്ടാലും അവൻ നിന്റെ വില്ലനാവും. അവനെ കണ്ടെടുത്ത് വെച്ച് കൊന്നിട്ട് വരാതെ എന്നോട് കഥ പറഞ്ഞോണ്ടിരിക്കണോ നീ? എവിടാ അവൻ? ചേട്ടാ, ഈ ഭാഗത്ത് അവനെ കണ്ടത്. അവൻ എവിടാണ്? ഇന്ന് നിന്റെ ശവാടാ. നീ ഒരു തന്തയ്ക്ക് പ്രഥമനാണോടാ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ അമ്പലത്തിൽ വെച്ചിട്ട് എന്റെ പെങ്ങളുടെ കൈ പിടിച്ച് സംസാരിച്ചില്ലേ? അന്ന് നിന്നെ ജീവനോടെ വിട്ടതാ എന്റെ തെറ്റ്. ഇവൻ നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ ധൈര്യത്തില് നീ എന്ത് വേണമെങ്കിൽ ചെയ്യടാ. അടിച്ചിവിടെ കൊല്ലടാ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. കഴിവേറി, ഞാൻ ഇത്രക്ക് അടിച്ചിട്ടും നിന്റെ ദേഹത്ത് ഒരു അടി പോലും കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അഭ്യാസം പഠിച്ചവൻ തന്നെയാ. നിന്റെ അഭ്യാസം എന്നത്തോടെ തീർത്തു തരാ ഞാൻ. ആ വെട്ടിയെ തീർത്തോടെ വാടാ.
ഇന്ന് തീർക്കൂടാ തന്നെ